ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലേക്ക് പോകുന്ന എല്ലാവർക്കും ഈ അറൈവൽ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ആളുകൾ ഇന്ത്യയിലേക്ക് പോകുന്നത് ഒന്നെങ്കിൽ OCI വെച്ചോ അല്ലെങ്കിൽ ഈ വിസ വെച്ചിട്ടായിരിക്കും പോകുന്നത്. ഇന്ത്യയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് നമ്മൾ സാധാരണ ഒരു ഫോം ഫില്ല് ചെയ്യാറുണ്ട് ഇമിഗ്രേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ച് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ ഇമിഗ്രേഷൻ്റെ കൗണ്ടറിൻ്റെ മുമ്പിൽ വെച്ച് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ആ ഫിസിക്കൽ കാർഡ് പൂർണ്ണമായിട്ടും ഇപ്പോൾ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആ പഴയ കാർഡ്, നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് കിട്ടിക്കൊണ്ടിരുന്ന ആ പഴയ കാർഡ്. ആ കാർഡ് പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത് ഒക്ടോബർ 1 മുതൽ പുതിയ ഈ കാർഡ് ഈ അറൈവൽ കാർഡ് മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. ഈ അറൈവൽ കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ വിസ online.gov.in എന്ന സൈറ്റിലേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. അവിടെ നമ്മൾ നമ്മുടെ പേര്, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, പർപ്പസ് ഓഫ് വിസിറ്റ് പല പർപ്പസുകളുണ്ട്. കൂടുതലും ടൂറിസ്റ്റ് വിസ ആയിരിക്കും കൊടുത്തിരിക്കുന്നു. ഡേറ്റ് ഓഫ് അറൈവലിൽ നമുക്ക് 4 ദിവസം മുമ്പ് വരെയുള്ള ഡേറ്റുകളാണ് കൊടുക്കുന്നത്. ഇന്ന് സെപ്റ്റംബർ 30 അപ്പോൾ ഇത് ഹൈലൈറ്റ് ആയിരിക്കുന്ന 1, 2, 3, 4 തീയതി വരെയാണ് ഹൈലൈറ്റ് ആയിരിക്കുന്നത്. പിന്നെ എനി കൺട്രീസ് വിസിറ്റഡ് എന്നുണ്ട്. സാധാരണ ട്രാൻസിറ്റ് കൺട്രീനെ ആവശ്യമില്ല, അവിടെ നില്ല് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ നാട്ടിലെ അഡ്രസ്സ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ഇമെയിൽ ID, കാനഡയിലെ നമ്പർ, ഇന്ത്യയിലെ നമ്പർ, എമർജൻസി നമ്പർ ഇത് കൊടുക്കുന്നു. ടിക്ക് മാർക്ക് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇത് സബ്മിറ്റ് ചെയ്ത അപ്പോൾ തന്നെ ഈ കാർഡ് നമുക്ക് കിട്ടും. ഈ കാർഡ് ഇങ്ങനെയാണ് കാർഡ് വരുന്നത്. ഈ കാർഡും കൊണ്ട് ഇതൊരു ബാർകോഡും ഉണ്ട്. ഈ കാർഡ് ഇന്ന് മുതൽ മാൻഡേറ്ററി ആണെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത്.